പ്രിയ പ്രേക്ഷകർക്ക് സ്ട്രെയിറ്റ് ഫോർവേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് കേരളത്തിലെ ശ്രദ്ധേയമാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചില മണ്ഡലങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നതിന് വേണ്ടിയാണ്. വളരെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂർ മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ, സഖാവ് കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതാണിന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്നത് RSPയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശശികുമാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ സുമാനസൻ നമ്മളൊപ്പം ചേരുന്നുണ്ട്. അവരുമായി പയ്യന്നൂർ മണ്ഡലത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. പ്രിയ സഖാവേ, നമ്മളിപ്പോൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കേരളത്തിൽ ശ്രദ്ധേയമാകുന്ന അമ്പലപ്പുഴ, കൊട്ടാരക്കര, പയ്യന്നൂർ, തളിപ്പറമ്പ് തുടങ്ങിയ വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അതിൽ ഏറ്റവും വളരെ ശ്രദ്ധേയമായ രണ്ട് മണ്ഡലങ്ങളിലൊന്നാണ് പയ്യന്നൂർ, അതുപോലെ തന്നെ അമ്പലപ്പുഴ. ഇതിൽ പയ്യന്നൂർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം അത് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നവയാണ്. സഖാവ് കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായിരുന്ന സഖാവ് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് കേരള ജനത എത്രത്തോളം ഉൾക്കൊള്ളും എന്നാണ് അങ്ങയുടെ വിലയിരുത്തൽ? ഈ പറഞ്ഞ 4 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം ഇന്ത്യൻ ജനത, കേരള ജനത ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. സഖാവ് കുഞ്ഞികൃഷ്ണന്റെ മത്സരത്തോടുകൂടി ഇന്ത്യ ഒട്ടുക്കും അറിയപ്പെടുന്ന ഒരു മണ്ഡലമായി പയ്യന്നൂർ മാറി. കുഞ്ഞികൃഷ്ണൻ സഖാവ് ഇടതുപക്ഷം ഫാസിസത്തിലേക്ക് ചുവട് മാറിയപ്പോൾ അരുതേ അരുതേ എന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് പറഞ്ഞപ്പോൾ, പാർട്ടി അത് ചെവിക്കൊള്ളാതെ വന്നപ്പോൾ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ പുസ്തക രൂപേണ പൊതുജന മധ്യേ അദ്ദേഹം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. കുഞ്ഞികൃഷ്ണൻ സഖാവ് ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ സഖാവിനെ തന്നെ CPM സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അതിനെതിരെയാണ് സമരമുഖം തുറന്നുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സഖാവ് കുഞ്ഞികൃഷ്ണൻ മത്സരരംഗത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹം മത്സരരംഗത്തേക്ക് കടന്നു വന്നതോടുകൂടി പയ്യന്നൂർ മണ്ഡലം അതിപ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറി. അത് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തുന്നത് പരമാവധി വരിഞ്ഞു മുറുക്കി കെട്ടി നിർത്തിക്കൊണ്ടായിരുന്നു CPM മുന്നോട്ട് പോയത്. ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്ര കമ്മിറ്റി ആഫീസ് ഉണ്ടാക്കുവാൻ അദ്ദേഹത്തെ അനുവദിച്ചിട്ടില്ല. ഒരു ചുവരെഴുതി കഴിഞ്ഞാൽ അതിന്റെ പിന്നിലും എന്തെങ്കിലുമൊക്കെ പൊടിക്കൈ പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രചരണ രംഗത്തെ താറുമാറാക്കി. സഖാവ് കുഞ്ഞികൃഷ്ണന്റെ മത്സരത്തോടുകൂടി പയ്യന്നൂർ മണ്ഡലം പരമപ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറി. അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ചുവരെഴുതിയ ചുവരുകൾ ഇടിച്ചു കളയുക, അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തനം നടത്തിയവരുടെ വീടുകൾ ആക്രമിക്കുക, കാറുകൾ നശിപ്പിക്കുക. എന്താണ് ഇത്രയും വിവരം? ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടതുള്ളത്, ഇന്ന് പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷം RSP ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഫാസിസ്റ്റ് ശക്തികളുടെ കരങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പശ്ചിമ ബംഗാളിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. RSP ഉൾപ്പെടെയുള്ള കക്ഷികൾ ചേർന്നാണ് അവിടെ ഭരണം 10-30-35 കൊല്ലം ഭരണം നടത്തിയത്. ത്രിപുരയിലെ അവസ്ഥ, അവിടെ ഇപ്പൊ തെരഞ്ഞെടുപ്പില്ല.
ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഫാസിസത്തിനെതിരെ പൊരുതുന്ന സഖാവ് കുഞ്ഞുകൃഷ്ണൻ അദ്ദേഹം ധീരമായി മുന്നോട്ട് പോകണം. അദ്ദേഹം ഇന്നലെ വരെ ഏത് പ്രസ്ഥാനത്തിലാണോ, എന്ത് ആശയത്തിലാണോ, ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ പ്രവർത്തിച്ചത്, ആ ആശയങ്ങൾ കേരളത്തിനകത്ത് നിലനിൽക്കണം. ഇടതുപക്ഷം തകരരുത് എന്നാണ് ഞാനും എന്നെ പോലെയുള്ളവർക്ക് ആഗ്രഹിക്കുന്നത്. കാരണം ഇടതുപക്ഷം തകർന്നു കഴിഞ്ഞാൽ ഫാസിസ്റ്റ് ശക്തികൾ കേരളത്തിനകത്ത് തലവെക്കും. അത് ദുരന്തത്തിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് കുഞ്ഞുകൃഷ്ണന്റെ വിജയം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു. വിജയിക്കാമായിരിക്കാം, വിജയിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ധൈര്യമായി മുന്നോട്ട് പോകാം. കുഞ്ഞുകൃഷ്ണ സഖാവേ, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. സുമാനസ സഖാവേ, താങ്കളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഒരു അഭിപ്രായം പറഞ്ഞു. പാർട്ടി വിട്ട് പുറത്തുപോയി സ്വതന്ത്രരായി മത്സരിക്കുന്ന ഒരാൾ പോലും ഒരിടത്തും ജയിക്കില്ല എന്ന് പറഞ്ഞാൽ അവരുടെ തോൽവി ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇത് ഇടതുപക്ഷം ഫാസിസ്റ്റ് ശക്തികൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴിയായി മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ടോ? സഖാവ് കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പാർട്ടിക്കുള്ളിൽ തന്നെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ ശബ്ദിക്കുന്ന നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട്. കവി സച്ചിദാനന്ദനൊക്കെ പറഞ്ഞത് നമുക്കറിയാമല്ലോ. കവി സച്ചിദാനന്ദൻ പറഞ്ഞത് പാർട്ടി ജനാധിപത്യ സംവിധാനം തകരുമെന്നാണ് ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ. അതേ രീതിയിൽ ചിന്തിക്കുന്ന ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന നിരവധി പേര്. ഇവരൊന്നും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരല്ല, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസം നിലനിൽക്കണമെന്ന്, ഇടതുപക്ഷ ആശയങ്ങൾ നിലനിൽക്കണമെന്ന്, ഇടതുപക്ഷം നിലനിൽക്കണമെന്നുള്ളത് ഫാസിസ്റ്റ് വിരുദ്ധമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സച്ചിദാനന്ദൻ, കുഞ്ഞുകൃഷ്ണനും പോലെ ഉള്ളവർ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെയും അഴിമതിക്കെതിരെയും ഒക്കെ ശബ്ദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണേണ്ടതില്ല. പാർട്ടി ബംഗാളിൽ നേരിട്ട അതേ അവസ്ഥയിലേക്കാണ്, ബംഗാളിലെ ചരിത്രം അറിയാവുന്നവർക്കറിയാം, ബംഗാളിൽ നേരിട്ട അതേ അവസ്ഥയിലേക്കാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദയനീയമായ പരാജയം, ബംഗാളിലെ അതേ അവസ്ഥ ഈ പാർട്ടിക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. സഖാവ് കുഞ്ഞുകൃഷ്ണൻ മത്സരിക്കുന്നത് ഈ വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ ആശയം മുന്നോട്ട് വെച്ചിട്ടാണ്. നമുക്കൊക്കെ അറിയാലോ, ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ അറിവും പങ്കുവച്ചപ്പോൾ നമുക്കറിയാം, ഈ രക്തസാക്ഷി ഫണ്ടിൽ അഴിമതി ഉണ്ടെന്ന് പറയേണ്ടി വന്നു, പാർട്ടിക്കുള്ളിൽ നിന്ന് പറയേണ്ടി വന്നത് കൊണ്ടാണ് അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നത്. അഴിമതിക്കെതിരെ നിലകൊണ്ട കുഞ്ഞുകൃഷ്ണനെ പുറത്താക്കുകയും ആരോപിതരെ സംരക്ഷിക്കുകയും ചെയ്ത ഇടതുപക്ഷത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് വ്യക്തമായി ഒരു ധാരണ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിനകത്ത് തുടർ ഭരണം കിട്ടിയതാണ്. ആ ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയവരെല്ലാം കൂടെ ഏകീകരിച്ച് ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു. പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഒരുപിടി നേതാക്കന്മാരുടെ ആശയങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ആ ആശയങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഇന്നൊരു വ്യക്തിയിൽ നിന്ന് മാത്രം അനുസരണ കേട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന പാർട്ടി പ്രവർത്തകരാണ് ഇന്ന് CPM-നകത്തുള്ളതെന്നുള്ള വ്യക്തമായ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ അപജയത്തിന് പ്രധാനപ്പെട്ട കാരണമെന്നും നമ്മൾ മനസ്സിലാക്കണം. പാർട്ടിയെയാണ് നേതാക്കന്മാരെ നയിക്കേണ്ടത്. പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ നയിച്ചൊരു പ്രസ്ഥാനമാണ്. സഖാവ് EMS-നെ പോലെയുള്ള. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം, പാർലമെന്ററി ജനാധിപത്യത്തിലൂടെ ലോകത്തിൽ ആദ്യമായി അധികാരത്തിലേറിയ മന്ത്രിസഭയാണ് EMS-ന്റെ മന്ത്രിസഭ. ആ പാർട്ടിയാണ് ഇന്ന് ഈ അവസ്ഥയിൽ ചെന്നെത്തിക്കുവാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും അതാണ് അതിൻ്റെ അവസ്ഥ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഖാവ് കുഞ്ഞുകൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് തിരിമറിക്കപ്പെട്ടു
എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് തെളിവ് സഹിതം ഹാജരാക്കിയപ്പോൾ ഇവർ ചെയ്തത് എന്ത്, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവർ ചെയ്തത് ആക്ഷേപം പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ആക്ഷേപിതനായ വ്യക്തിയെ സ്ഥാനാർത്ഥിയായിട്ട് നിലനിർത്തുകയും ചെയ്തു. അവിടെയാണ് ഈ പാർട്ടി ചെന്നെത്തിയ ഒരു ദുര്യോഗം എന്ന് പറയുന്നത്. ഈ പാർട്ടി ചെന്നെത്തിയ ദുര്യോഗം അതാണ്. പിന്നെ തളിപ്പറമ്പ്, പയ്യന്നൂര്, തളിപ്പറമ്പ്, കൊട്ടാരക്കര, അമ്പലപ്പുഴ, ഈ മണ്ഡലങ്ങളെല്ലാം പാർട്ടിക്ക് അഭിമാന പോരാട്ടമാണ്. ഈ മണ്ഡലങ്ങളിൽ UDF ആനുകൂല്യം, UDF പിന്തുണയുള്ള പാർട്ടി, കോൺഗ്രസ്, RSP പിന്തുണയുള്ള പാർട്ടി ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ദുര്യോഗം CPM-ന് താങ്ങാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പോലുള്ള ഒരു മണ്ഡലത്തിലൂടെയാണ് കടന്നുപോയത് എങ്കിലും വളരെ അഭിമാന പോരാട്ടം, CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാന പോരാട്ടമുള്ള 4 മണ്ഡലങ്ങൾ: അമ്പലപ്പുഴ, കൊട്ടാരക്കര, പയ്യന്നൂര്, തളിപ്പറമ്പ്, ഈ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിനേക്കാളും ഇടതുപക്ഷത്തിന് പാർട്ടി വിട്ട് UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്വതന്ത്രരുടെ പരാജയമാണ് അഭികാമ്യം. അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു ഫാസിസ്റ്റ് ശക്തിക്ക് വഴി തുറക്കാൻ ഇടതുപക്ഷ സർക്കാരുകൾ കൂട്ടുനിൽക്കുമോ? കാത്തിരുന്ന് കാണാം. നമസ്കാരം. കർക്കിടക മഴയല്ല നാടിന്റെ വിപ്ലവം, കർക്കിടക മഴയല്ല നാടിന്റെ വിപ്ലവം. അമ്മിഞ്ഞ നുണയുന്ന കുഞ്ഞിന്റെ കാതുകളിൽ അമ്മയുടെ താരാട്ടുപാട്ടല്ല വിപ്ലവം, അമ്മയുടെ താരാട്ടുപാട്ടല്ല വിപ്ലവം. ഒരു നിലവിടിവെട്ടി ഉടനുറവ പെയ്യുന്ന കർക്കിടക മഴയല്ല നാടിന്റെ വിപ്ലവം, കർക്കിടക മഴയല്ല നാടിന്റെ വിപ്ലവം. അമ്മിഞ്ഞ നുണയുന്ന കുഞ്ഞിന്റെ കാതുകളിൽ അമ്മയുടെ താരാട്ടുപാട്ടല്ല വിപ്ലവം, അമ്മയുടെ താരാട്ടുപാട്ടല്ല വിപ്ലവം.